ഹലോ, ഹലോ. ഉറക്കത്തിലാണോ? ഉറക്കൊന്നുമല്ല. അല്ല, വിളിച്ചത് ഡിസ്റ്റർബ് ആയെങ്കിൽ കട്ട് ചെയ്യാം. അതെന്താ ഇപ്പം അങ്ങനെ ഒരു ടോക്ക്? അല്ല, അനക്കെ പോയി ഞാൻ വിളിക്കുന്നുള്ള പരാതിയല്ലേ? അത് ഞാൻ പണിയിലൊക്കെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് ഇടുന്ന് വിളിച്ചോണ്ടല്ലേ. ഞാൻ കിടന്നൊന്നും വിളിച്ചില്ലല്ലോ. എന്നിട്ട് ഇരുന്നിട്ടേക്കും വിളിച്ചത്. ഈ അല്ലേ പറഞ്ഞത് എന്നെ വിളിക്കണേന്ന്, നിങ്ങളെ തിരക്ക് കഴിഞ്ഞിട്ട്. ആ, തിരക്കഴിഞ്ഞിട്ട് വിളിക്കണം എന്നറിയാം. അപ്പൊ ഞാൻ തിരക്കിലേക്കും. അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞാൽ പോരെ. എപ്പോഴും എന്തിനാ വിളിക്കണേന്നാ ചോദിക്കുന്നത് എടുത്തിട്ട്. അതെ, ഓ, അങ്ങനെ എന്തെങ്കിലും ചോദിക്കണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെയാണോ ചോദിക്കണ്ടേ? പിന്നെ എങ്ങനെ ചോദിക്കണ്ടേ? എങ്ങനെ ചോദിച്ചോ, ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും വിളിക്കണില്ല. എനിക്ക് ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കണേ. ഇപ്പൊ ദേഷ്യമില്ലേ? എന്തിന്? എനിക്ക് ദേഷ്യമൊന്നുമില്ല. അതെന്താ ദേഷ്യമില്ലാത്ത? ഞാൻ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നു? മനസ്സിലാവാത്തോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയ്യടാ, ഒന്നുമില്ല. മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തിന് പിന്നെ? എന്താണോ മനസ്സിലാവാത്തൊന്ന് പറഞ്ഞുതരോ? ഒന്നുമില്ല സാറേ. അങ്ങനെ തിരക്കല്ലാതും തീർന്നു. പിന്നെ തിരക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്വസ്ഥമായിട്ട് ഇങ്ങനെ വർത്താനം പറയാം. പറയാം. പറയ്. ആലോചിക്കട്ടെ എന്താ പറയണ്ടെന്ന്. അയ്യോ അയ്യോ. ഞാൻ കരുതി രാവിലെ ഭയങ്കര ഇതായിരിക്കും, ദേഷ്യം. തുടക്കത്തിലേ അങ്ങനെ ആയിരുന്നു. തുടക്കത്തിലാണ് കുറച്ച് ടെൻഷനിലായിരുന്നു. നേരം പുലർന്നപ്പോൾ വിളിച്ചപ്പോൾ ഈ ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് ഇന്നത്തെ ദിവസമേ പൊക്കായിരിക്കും. രാത്രിയായപ്പോൾ ഒന്നും ശരിയായതില്ലേ. രാവിലെ തൊട്ട് രണ്ട് വഴിക്കായിരുന്നു. ഇപ്പോഴൊരു മനസ്സമാധാനം കിട്ടിയതേ. കിട്ടിയാ? ആ, കിട്ടി. എവിടുന്ന് കിട്ടിയപ്പോ? അതൊക്കെ ഞാനേ ഉം. മിണ്ടാണ്ടിരുന്ന് ഇങ്ങനെ ഒപ്പിച്ചെടുത്തു. അങ്ങനെയൊക്കെ ഒപ്പിച്ചോ? പിന്നെ ആയിക്കോട്ടെ. എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷയില്ല. എന്ത്? അങ്ങനെയൊക്കെ പറയുമെന്ന്. അതെനിക്ക് ദേഷ്യം വന്നിട്ടല്ലേ. ആയിക്കോട്ടെ. നിങ്ങൾ ദേഷ്യത്തിനെ കാട്ടി അപ്പുറം വിളിക്കൂലെന്നല്ല, പറയത്തതേ ഉള്ളൂ. രണ്ടും ചെയ്യും. രണ്ടും ഇല്ല, ഒന്ന്. ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാ പറഞ്ഞുണ്ടാക്കുന്നത്? അത് രസല്ലേ. ഇന്നത്തെ ദിവസമേ പോക്കായിരുന്നല്ലേ. ഇന്നത്തെ ദിവസം ഏകദേശമൊക്കെ എൻ്റെ കയ്യിലിരിപ്പായി. ഈ രാവിലെ തുടങ്ങിയപ്പോൾ എനിക്കറിയായിരുന്നു. ഞാൻ എന്ത് തുടങ്ങി കാക്കോയി? ഈ എന്നോട് ദേഷ്യപ്പെട്ടില്ലേ രാവിലെ? അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇന്നിനിയിപ്പോൾ ഇങ്ങനെ തന്നെ തീരുമെന്ന്. രാത്രി എന്തെങ്കിലും അമ്മ അങ്ങനെ ആക്കുമല്ലോ. അത് രാത്രിയല്ല, പകൽ പോലെ. ആയിക്കോട്ടെ. പകൽ പോലെയാണോ രാത്രി? പകല് പോലെ ഒന്നല്ല. പിന്നെ രാത്രി ഇതിൽ സ്നേഹം കൂടും. കൂടുമ്പം എൻ്റെ പൊന്നാര മോള് തലേനെ കെട്ടിപ്പിടിച്ച് കിടന്നങ്ങ് ഉറങ്ങിയാൽ